ഹേ ഗായ്സ്, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിൻ്റെ പാർട്ട് 1 വീഡിയോക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് 2 പോർഷൻ കാണാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പോയ അമ്പലത്തിൻ്റെ ക്രമം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിന്. അപ്പോൾ കൃത്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെ നമ്മൾ മൂന്നാമത് പോയത് എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടുത്തെ മെയിൻ വഴിപാട് താമരയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. ഈ യാത്രയിൽ എനിക്ക് കണ്ടതിൽ വെച്ച് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ തൊഴാൻ വരുന്ന ആളുകൾ എല്ലാവരും ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. വേറൊന്നും ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇതിൻ്റെ ആ ഒരു യാത്രയുടെ ആ ഒരു ഫീൽ തന്നെ ഉണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്നാണെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കൽ, എന്തായാലും സന്തോഷത്തോടു കൂടിയുള്ള കുറേ മുഖങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉൾവശം കാണാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. ബാക്കി അമ്പലങ്ങളിൽ ഉണ്ടായതുപോലെ ഇവിടെയും ഒരു നല്ല മനോഹരമായ ഒരു അമ്പലക്കുളം ഉണ്ടായിന് കേട്ടോ. അന്ന് സൺഡേ ആയതുകൊണ്ടെന്ന് അറിയില്ല, കുറേ കുട്ടികളുണ്ടായിന്. ഇനി നമ്മൾ പോകാൻ വന്നത് നാലമ്പല ദർശനത്തിൻ്റെ അവസാന അമ്പലമായ പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ടെമ്പിൾ. അവിടെ പോയിട്ടാകുമ്പോൾ നല്ല തിരക്കുണ്ടായിട്ട് ലാസ്റ്റ് എല്ലാവരും വന്ന് നിൽക്കുന്ന സ്ഥലമുണ്ടായിരിക്കും. ഏകദേശം ഒരു മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമ്മൾ നടക്കകത്ത് കയറി തൊഴുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നല്ല തിരക്കുണ്ടായിന്. അവസാനം അവിടുന്ന് ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. എന്തായാലും അമ്പലത്തിൻ്റെ മനോഹരമായ കുറച്ച് വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. കർക്കിടക മാസത്തിലാണ് കൂടുതലും ഇതുപോലെ നാലമ്പല ദർശനത്തിന് പോകുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടക മാസം കഴിയാൻ കുറച്ച് ദിവസം കൂടിയുള്ളൂ. പറ്റുന്നവർ പോകാൻ ശ്രമിക്കുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ.